ഹായ് സ്റ്റുഡൻസ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെഷീൻ ഇൻ്റലിജൻസിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് നോളജ് എഞ്ചിനീയറിംഗ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലെ ബിൽഡിംഗ് ബ്ലോക്കാണ് നമുക്ക് നോളജ് എഞ്ചിനീയറിംഗ് എന്ന് പറയാം. ഒരു പർട്ടിക്കുലർ ഫീൽഡ് ഓർ ഡൊമെയിൻ, ആ ഡൊമെയിനിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള കുറച്ച് ഹ്യൂമൻസ് ഉണ്ടാവും. ആ ഹ്യൂമൻസിൻ്റെ ബിഹേവിയർ, ജഡ്ജ്മെൻറ്റ് ഇവയെല്ലാം എമുലേറ്റ് ചെയ്യാൻ ഇത് അറ്റംപ്റ്റ് ചെയ്യുന്നു. ഇതെന്ന് പറയുമ്പം ഒരു സ്പെസിഫിക് ഡൊമെയിൻ, ആ സ്പെസിഫിക് ഡൊമെയിനിലുള്ള ഹ്യൂമൻ എക്സ്പെർട്ട് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്, ഇതെല്ലാം ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ നോളജ് എഞ്ചിനീയറിംഗ് എന്ന് നമുക്ക് പറയാം. ഇതെന്ന് പറയുന്നത് മെറ്റാഡേറ്റ, സ്ട്രക്ചർ, പ്രോസസ്സ് ഇവയെല്ലാം നോക്കി ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരുന്നു. അപ്പോൾ ഈ മെറ്റാഡേറ്റ എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും എന്ന് പറയുമ്പോൾ കുറച്ച് ഡേറ്റ ഒബ്ജക്റ്റിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കാം. ഇത് കണ്ടന്റ്, ക്വാളിറ്റി, ഫോർമാറ്റ് തുടങ്ങിയ ക്യാരക്ടറിസ്റ്റിക്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഡൊമൈനിൽ ഹ്യൂമൻ എക്സ്പെർട്ടിന് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈ ലെവൽ കുറേ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ ഈ നോളജ് എഞ്ചിനീയറിംഗ് ശ്രമിക്കുന്നു. ഇപ്പം നോളജ് എഞ്ചിനീയറിംഗ് പൈപ്പ് ലൈൻ, അതിൻ്റെ അകത്ത് 3 സ്റ്റെപ്സ് ഉണ്ട്. ആദ്യം ഇൻഫർമേഷൻസിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ റെപ്രസെൻ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് മെറ്റാഡേറ്റ എക്സ്ട്രാക്ട് ചെയ്യുന്നു. എന്നിട്ട് അവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയൊക്കെയാണെന്ന് ഒരു അൽഗോരിതം ഉപയോഗിച്ചിട്ട് ഫൈൻഡ് ചെയ്യുന്നു. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ റോള് ബേസ് ചെയ്തിട്ട് നമുക്ക് നോളജ് എഞ്ചിനീയറിങ്ങിനെ എങ്ങനെ പറയാം? ഇതെന്ന് പറയുന്നത് ഹ്യൂമൻ നോളജിനെ മനസ്സിലാക്കുകയും അതിനെ റെപ്രസെൻ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഡേറ്റ സ്ട്രക്ചർ, സെമാൻറ്റിക് മോഡൽസ്, ഹെറിസ്റ്റിക്സ് ഇതിൻ്റെയൊക്കെ ഫോമിലായിട്ട്. സെമാൻറ്റിക് മോഡൽസ് എന്ന് പറയുന്നത് നമ്മുടെ റിയൽ വേൾഡുമായി റിലേറ്റ് ചെയ്യപ്പെട്ട ഒരുപാട് ഡേറ്റാസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കൺസെപ്ച്വൽ ഡയഗ്രാമാണ്. ഇനി ഹെറിസ്റ്റിക്സ് എന്ന് പറയുമ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലെ ഏതൊരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻ നൽകുന്ന റൂൾസിന് നമുക്ക് ഈ ഹെറിസ്റ്റിക് നയിക്കുന്നു. ഇനി എക്സ്പെർട്ട് സിസ്റ്റവും അൽഗോരിതംസൊക്കെ എക്സാമ്പിൾസ് ആണ്. ഇതെന്ന് പറയുന്നത് ഈ പറഞ്ഞ നോളജുകൾ റെപ്രസെൻ്റ് ചെയ്യാനും റെപ്രസെൻറ്റേഷനും അതായത് എക്സ്പെർട്ട് സിസ്റ്റംസ് ആൻഡ് അൽഗോരിതംസ് ആർ എക്സാമ്പിൾസ് ദാറ്റ് ഫോം ദ ബേസിസ് ഓഫ് റെപ്രസെൻറ്റേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ദിസ് നോളജ്. ഈ നോളജ് റെപ്രസെൻ്റ് ചെയ്യുകയും അതുപോലെ ഈ നോളജിൻ്റെ ആപ്ലിക്കേഷനും ഉള്ള എക്സാമ്പിൾസ് ആണ് എക്സ്പെർട്ട് സിസ്റ്റവും അൽഗോരിതംസും എന്ന് പറയാം. അടുത്ത് നമ്മൾ നോളജ് എഞ്ചിനീയറിംഗ് പ്രോസസ്സിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. മെയിൻലി 5 ആക്ടിവിറ്റീസ് ആണ് ഇവിടെ നടക്കുന്നത്. ഫസ്റ്റ് വൺ, നോളജ് അക്വിസിഷൻ. അക്വിസിഷൻ എന്ന് പറയുമ്പോൾ എന്താ? സിംപ്ലി നോളജ് കളക്ട് ചെയ്യുക. അതായത് ഹ്യൂമൻ എക്സ്പെർട്ടിൽ നിന്നും, അതായത് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ, അതായത് ഇതിപ്പം എക്സ്പെർട്സിലൊക്കെയാണ് ഇത് കൂടുതലും ഈ നോളജ് എഞ്ചിനീയറിംഗ് പ്രോസസ്സൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഡൊമെയിൻ ഫീൽഡ് എടുത്തിട്ട് അതിനെപ്പറ്റി നമുക്ക് ഒരുപാട് ഡേറ്റാസ് കളക്ട് ചെയ്യുക. അതാണ് നോളജ് അക്വിസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നോളജ് ഒരുപാട് ലഭിക്കാൻ വേണ്ടിയിട്ട് ഹ്യൂമൻ എക്സ്പെർട്ട് ബുക്സ്, ഡോക്യുമെൻറ്റ്സ്, സെൻസേഴ്സ്, കമ്പ്യൂട്ടർ ഫയൽസ് ഇങ്ങനെ പല സോഴ്സുകളിൽ നിന്നും കുറേ നോളജുകളെ അക്വിസിഷൻ ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു. ഈ നോളജ് എന്ന് പറയുന്നത് ചിലപ്പം ഒരു പർട്ടിക്കുലർ പ്രോബ്ലം ഡൊമെയിൻ ബേസ്ഡ് ആയിരിക്കാം. ഇല്ലെങ്കിൽ ഇതെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് ആവാം. ഇത് വല്ല ജനറൽ നോളജുകളാകാം, അതായത് ബിസിനസ്സിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും നോളജ്. അല്ലെങ്കിൽ ഇത് മെറ്റാ നോളജ് ആവാം, അതായത് നോളജ് അബൌട്ട് നോളജ്. നോളജ് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ നമ്മളിപ്പം നോളജ് അക്വിസിഷൻ വഴി ഒരുപാട് നോളജ് കളക്ട് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ഈ നോളജിനെ ഉപയോഗിക്കണം. അതിനു വേണ്ടി നമുക്ക് നോളജിനെ ഓർഗനൈസ് ചെയ്യണം. ഇത് നമുക്ക് നോളജ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നോളജ് മാപ്പ് പ്രിപ്പയർ ചെയ്യുന്നു. അതുപോലെ തന്നെ നോളജ് ബേസിലുള്ള നോളജിനെ എൻകോഡ് ചെയ്യുകയും ചെയ്യുന്നു. നോളജ് വാലിഡേഷൻ.
നോളജ് വാലിഡേഷൻ എന്ന് പറയുമ്പം അതിനകത്ത് നോളജിനെ വാലിഡേറ്റ് ചെയ്യുകയും വെരിഫൈ ചെയ്യുകയും ചെയ്യുന്നു, അതിൻ്റെ ക്വാളിറ്റി അക്സെപ്റ്റബിൾ ആകുന്നത് വരെ. എന്നിട്ട് നമുക്ക് ലഭിക്കുന്ന ആ ടെസ്റ്റിംഗ് റിസൾട്ട്, ഇപ്പോൾ ഇത് കൂടുതൽ എക്സ്പ്രസസിലൊക്കെയാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്പ്രസസിൻ്റെ അക്യുറസി കൂടുതൽ വെരിഫൈ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് ഈ റിസൾട്ട്സ് ഡൊമെയിൻ എക്സ്പെർട്സിനെ കാണിക്കുന്നു. അങ്ങനെ എക്സ്പ്രസസിൻ്റെ നോളജിനെ കൂടുതൽ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു, എഫിഷ്യൻസിയെ കൂട്ടാനും പറ്റുന്നു, അക്യുറേറ്റ് ആകാൻ വേണ്ടി പറ്റുന്നു. ഇൻഫറൻസിങ്. എന്താണ് ഈ ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ? അതായത് നമ്മുടെ ഈ കുറച്ച് എവിഡൻസ് ഉണ്ട്, നമ്മൾ കുറച്ച് റീസണിങ് ഒക്കെ അതിൽ ചെയ്തു, എന്നിട്ട് നമുക്കൊരു കൺക്ലൂഷൻ കിട്ടി. ഇതിനെയാണ് നമ്മൾ ഇൻഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻഫറൻസിങ് എന്ന് പറയുന്ന ഈ ആക്ടിവിറ്റി നടക്കുന്നത് നമ്മളൊരു സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യുന്നു. ഈ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറിനെ എനേബിൾ ചെയ്യുന്നു ഇൻഫറൻസ് ചെയ്യാനായിട്ട്. അതായത് ഓൾറെഡി നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്ത് നമ്മൾ കളക്ട് ചെയ്ത നോളജുകളുണ്ട്, പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഈ നോളജും ഈ പ്രോബ്ലംസും ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു ഇൻഫറൻസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഉള്ള സോഫ്റ്റ്വെയർസ് ഡിസൈൻ ചെയ്യുന്നു ഈ ആക്ടിവിറ്റിയിലൂടെ. അപ്പോൾ ഈ സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ചിട്ട് കമ്പ്യൂട്ടേഴ്സിന് ഇൻഫറൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. സിസ്റ്റത്തിന് ഇങ്ങനെ ചെയ്തതോടുകൂടി നോൺ എക്സ്പെർട്ട് ആയിട്ടുള്ള യൂസേഴ്സിന് അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യാനും പറ്റും. ആൻഡ് ലാസ്റ്റ് ഈസ് എക്സ്പ്ലനേഷൻ ആൻഡ് ജസ്റ്റിഫിക്കേഷൻ. അപ്പോൾ ഈ സ്റ്റെപ്പിൽ അത് അവസാനത്തെ സ്റ്റെപ്പാണ്. ഈ സ്റ്റെപ്പിൽ എന്താ പറയുന്നത്? ഇവിടെ എക്സ്പ്ലനേഷൻ കേപ്പബിലിറ്റി ഡിസൈൻ ചെയ്യുകയും പ്രോഗ്രാമിംഗ് ചെയ്യുകയും ചെയ്യുന്നു. അതായത് നമ്മൾ നോളജ് കളക്ട് ചെയ്തു, അതിൽ നല്ലപോലെ ഓർഗനൈസ് ചെയ്തു, എന്നിട്ട് അതിൽ നിന്നും എന്താണ് സൊല്യൂഷൻസ് കണ്ടുപിടിച്ചു. അപ്പോൾ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്, എങ്ങനെയാണ് ഈ കൺക്ലൂഷനിൽ എത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ കൺക്ലൂഷൻ എത്താൻ എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നതിനെ പറ്റി എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രോഗ്രാമിംഗ് ഡിസൈനിങ്ങും ചെയ്യുകയാണ് അവസാനത്തെ ഘട്ടത്തിൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നോളജ് എഞ്ചിനീയറിങ്ങിലുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നോളജ് എഞ്ചിനീയറിങ്ങിനെ പറ്റിയിട്ട് ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.